ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് ഉലുവ ഇടാം. ഉലുവ ഇട്ടാണ്ട് പൊട്ടണം. ഉലുവ പൊട്ടിയ ശേഷം നമുക്ക് വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയാണ്ട് നന്നായി വഴറ്റി നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ എരിവിനും ഉപ്പിനൊക്കെ അനുസരിച്ച് ഇടാം. 2 സ്പൂൺ മുളകും പൊടിയാണ് നമ്മൾ ഇടുന്നത്. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിന് ഒരു 4 കൊടംപുളി വെള്ളത്തിലിട്ട് പിന്നീട് അതിലേക്ക് ചെറിയ കൊടംപുളി വന്നിട്ട് നന്നായി ഇളക്കി ഇത് നന്നായി ഇതായി വരണം. കുറച്ച് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചാണ്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പിടുക. നമ്മൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ആക്കിയിട്ടിക്കാണ്ട് നമുക്കിനി അത് നന്നായി തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വർത്തമാനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള മീൻകറി നല്ല രസമാണ്. ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിടാം. നമ്മൾ അയിലേക്ക് ഇടുന്നത് അയില നന്നാക്കി വെച്ചിട്ട് നടു മുറിച്ച് കണ്ട് വെച്ചു. ഇനി അത് ഇതിലേക്ക് കണ്ട് വെക്കണം. പഠിക്കാതെ കാരണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ മീനിട്ട് കണ്ട് നല്ല ഇളക്കിയ മീനെല്ലാം ഉടയും. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്താണ്ട് വെള്ളം ഇങ്ങനെ മീൻകറി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണം, പൊന്തി നിൽക്കണം. അതേപോലെ പിന്നെ നമ്മൾ ഒന്നിങ്ങനെ തിളക്കണം. ചൂടായി നല്ലൊന്ന് ചൂടായി അടച്ച് വെച്ചാണ്ട് വേവിക്കാം. വെന്ത് വരണം. നല്ലോണം വെന്ത് വരുമ്പോൾ നമുക്ക് പറ്റുന്ന കുറച്ചിങ്ങനെ വറ്റിച്ചെടുക്കണം. കുറച്ച് നല്ലോണം തിളച്ചൊന്ന് കുറച്ചിങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ രുചിയൊക്കെ കിട്ടുക. നല്ല മീനിൽ പിടിക്കുക. പിന്നെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മളെ കറി റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ നമുക്കുള്ളതിന് പടുകൂട്ടാനൊക്കെ പറയുമ്പോൾ പൂള, അതേപോലെ വാഴക്ക, ഇന്നിത്തണ്ടങ്ങ കുറേ സാധനങ്ങളുണ്ട്. പടുകൂട്ടാനും മീൻ കറി കേട്ടോ. ഇത് മതി, വേറെ